എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പൊ അക്കാദമിയിൽ നിന്ന് നോട്ടീസ് ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിപ്പട്ടാളം പറയും ഈ ഒരു ടാസ്ക് അത് അടിപൊളിയായിരിക്കും, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് സൂപ്പറായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോ കട്ട് ചെയ്താ ഇവിടെ ഒക്കാഗയുടെ ഓഫീസിലാവട്ടെ വലിയ അടി ഇടി ബഹളം. മറ്റാരുമല്ല, നമ്മുടെ കുട്ടപ്പനാണ് ഇപ്പൊ ഹൊക്കാഗയായിട്ട് അടി വെച്ചോണ്ടിരിക്കുന്നത്. അവന് പുതുതായിട്ട് ബേബി സിറ്റിംഗ് മിഷൻ കൊടുത്തതുകൊണ്ടാണ് നമ്മുടെ കുട്ടപ്പന് അതിഷ്ടപ്പെടാതെ ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല, ഹൊക്കാഗയല്ല ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല എന്ന് പറയുമ്പോ ഞാൻ ഒരുപാട് ട്രെയിനിങ് എടുത്ത് എത്രയും പെട്ടെന്ന് ഹൊക്കാഗയെ തീർന്നു പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുമ്പോ ആന്റി ആവട്ടെ, നീ ഒരു ഹൊക്കാഗെ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ടീച്ചർ ആവണം, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തും അവർക്ക് ട്രെയിനിങ് കൊടുത്തും വേണം ഒരു നല്ല ഹൊക്കാഗെയായി മാറാൻ. നീ ഒരു ഹൊക്കാഗെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള മിഷൻസ് നിനക്ക് തന്നത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനിത് കീറിക്കളയാന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അത് കേട്ട് ഞെട്ടിയിട്ട് നോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ ഡബിൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇളിച്ചോണ്ട് നിൽക്കും. അപ്പോഴാണ് കുട്ടപ്പൻ തന്റെ ടീം മെമ്പേഴ്സിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുക. അവന് കിട്ടിയത് വേറെ ആരെയോ അല്ല, നമ്മുടെ കൊനഹമാരുവിനെയും അവന്റെ ഫ്രണ്ട്സിനെയും ആണ്. അപ്പൊ നാറ അവനൊരു ഭാഗത്ത് മാറി നിൽക്കുന്ന കണ്ട് കുട്ടപ്പൻ ചോദിക്കും, നീ എങ്ങനെ ഇതിൽ നിന്ന് എസ്കേപ്പ് ആയി? അതിന് നാറ, എനിക്കിത് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, മാത്രമല്ല ഞാനിപ്പോ ഇറൂക്കയുടെ അസിസ്റ്റന്റ് ആണ്, അവന്റെ കൂടെ മിഷൻസ് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് മുൻപോട്ട് പോവുക, അതാണ് ഇപ്പോഴത്തെ എന്റെ ദൗത്യം എന്ന് പറയുമ്പോൾ ഇറൂക്ക ആവട്ടെ, ആക്ച്വലി ഇപ്പൊ നടക്കാൻ പോകുന്നത് ഒരു ട്രെയിനിങ് ആണ്, 2 പകലും 1 രാത്രിയുമായിരിക്കും ഈ ട്രെയിനിങ് നടക്കുക. ഇറൂക്ക പറയും, ആദ്യം നമ്മൾ എത്തിച്ചേരേണ്ടത് ഈ ഒരു സ്ഥലത്താണ്, ഇതാണ് ഗ്രീൻ സ്റ്റോൺ ഫേസിംഗ്. എല്ലാവരും എപ്പോഴും തന്നെ അവരുടെ മാപ്പ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വേണം ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. പോകുന്ന വഴിയിൽ ധാരാളം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, തീർച്ചയായിട്ടും അതെല്ലാം തന്നെ അതിജീവിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ചിലപ്പോൾ ഇൻസ്ട്രക്ടർ പോലും എനിമി നിഞ്ചയായിട്ട് വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യാം. പോകുന്ന വഴിയിൽ മറ്റൊരുപാട് ട്രാപ്പുകളും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മുൻപ് പറഞ്ഞ ആ ഒരു മലയിൽ എത്തിച്ചേരുക. അവിടെ നിങ്ങളെ കാത്ത് ഒരു സീക്രട്ട് സ്ക്രോൾ ഉണ്ടാവും, അത് കറക്റ്റായിട്ട് എടുത്ത് തിരിച്ച് അതുപോലെ തന്നെ എത്തി ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം, ആ ഒരു മലയ്ക്ക് പിന്നിൽ ഒരേ ഒരു സ്ക്രോൾ മാത്രമേ ഉണ്ടാവൂ, അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷൻ വളരെ ടഫ് ആയിരിക്കും എന്നുകൂടെ നമ്മുടെ ഇറൂക്ക മാസ്റ്റർ ഇപ്പൊ ഒരു വാണിംഗ് കൊടുക്കും. അത് കേട്ട് കുട്ടപ്പൻ വാവ്, നമ്മൾ തന്നെ തീർച്ചയായിട്ടും ജയിക്കുന്നു പറഞ്ഞ് അവന്റെ പിള്ളേര് സെറ്റുമായിട്ട് ഇപ്പൊ യാത്ര ആരംഭിക്കും. ഇവിടെ ചോദിച്ചാവട്ടെ അവന്റെ പിള്ളേരോട് പറയും, നമ്മൾ വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം നല്ല ഫുഡാണ്, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ മിഷൻസും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവനാവട്ടെ ഒരു ചെടി വലിച്ചു പറിക്കും. ഈ ചെടി വളരെ നല്ലതാണ്, വെറും ചിപ്സ് കഴിക്കുന്ന പോലെ നമുക്കിത് കഴിക്കാം, അതുകൊണ്ട് എല്ലാവരും ഈ ചെടി കളക്ട് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു ചെക്കനാവട്ടെ ഒരു ചെടി വലിച്ചു പറിച്ച് അത് തിന്നാനായിട്ട് ആരംഭിക്കും. ഉടനെ ചോച്ചി അത് തടഞ്ഞ് ഇതാ ചെടിയല്ല, ഇതൊരു വിഷച്ചെടിയാണ്, കട്ട് ചെയ്താ. ഇപ്പൊ കുട്ടപ്പനാവട്ടെ അതേ ക്ലാസ് തന്നെയാണ് അവന്റെ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കുക, നമുക്ക് ആദ്യം വേണ്ടത് ഭക്ഷണമാണ്, അതിനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് പിള്ളേരുടെ കയ്യിൽ നിന്ന് അവരുടെ ക്യാഷ് മുഴുവൻ മേടിച്ച് ഇപ്പൊ സ്റ്റോറിൽ നിന്ന് ഒരുപാട് ഫുഡ് വാങ്ങിക്കും. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേരാവട്ടെ ഇപ്പൊ തലയ്ക്ക് കൈവച്ചിരിക്കും. ഇവിടെ നെജി ആവട്ടെ അവന്റെ കോമ്പസ് ഒക്കെ വെച്ച് വളരെ ഗംഭീരമായിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവന്റെ കോമ്പസ് അവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ അവരെല്ലാവരും ഇപ്പൊ ഒന്ന് കറങ്ങിപ്പോവും. ഇവിടെ കുട്ടപ്പനാവട്ടെ ആ ഒരു മാപ്പ് നോക്കിയിട്ട് ഒരു ABCD മനസ്സിലാവില്ല. അപ്പൊ കുട്ടപ്പൻ പറയും, നമ്മൾ പോകുന്ന വഴി അത് വളരെ കറക്റ്റാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ തന്നെ ആദ്യം എത്തും. അപ്പൊ പിള്ളേർക്ക് മനസ്സിലാവും കുട്ടപ്പൻ വെറുതെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അവൻ പറയുന്ന എല്ലാ വഴിയും പൊട്ടത്തെറ്റാണെന്ന്. അങ്ങനെ പോയി ആദ്യം എത്തിപ്പെടുക ഒരുപാട് പാമ്പുകളുടെ ഇടയിലായിരിക്കും. പാമ്പിനെ പേടിച്ച് വെള്ളത്തിൽ കൂടെയും കടയിൽ കൂടെയും ഒക്കെ കയറി നടക്കുമ്പോൾ കൊനഹമാരൂനാവട്ടെ കലി കയറി കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് പിടിച്ചു മേടിക്കും. ഇനി റൂട്ട് അത് ഞാൻ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ നമ്മുടെ കൊനഹമാരൂനും ആ മാപ്പ് കണ്ട് ഒരു കുന്തോ മനസ്സിലാവില്ല. അപ്പൊ കുട്ടപ്പൻ ഒരു ഭാഗത്ത് നിന്ന് അയ്യേ ചമ്മിപ്പോയേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ വേറൊരു ചെക്കൻ ആ മാപ്പ് നോക്കി തല കറങ്ങി അങ്ങനെ തന്നെ താഴെ വീഴും. ഇനി വേറെ ആർക്കെങ്കിലും റൂട്ട് കിട്ടിയോന്ന് അറിയാനായിട്ട് നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഓരോ ട്രാപ്പിൽ പോയി പെട്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ ആൾക്കാർ കാണാം.
പക്ഷെ ലീക്ക് ആവട്ടെ ഏകദേശം വഴി പിടികിട്ടി ഒബ്സ്ട്രാക്കിൾസ് എല്ലാം തന്നെ അടിച്ചു തെറിപ്പിച്ച് ഞാൻ തീർച്ചയായിട്ടും എന്റെ മാസ്റ്റർ മൈഗൈനെ പോലെ തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നും പറഞ്ഞ് അവരുമായിട്ട് മുൻപോട്ട് പോകും. ഇവിടെ കാട്ടില് നമ്മുടെ ആശാമാര് കൂലങ്കക്ഷമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ലൈഫ് വില്ലേജിലെ നിഞ്ചാസ് ആവട്ടെ ഇപ്പൊ അവരെ പേടിപ്പിക്കാനായിട്ട് കത്തിയുമായിട്ട് അവിടേക്ക് വരും. അത് കണ്ട് കുട്ടപ്പൻ അവരെ അടിച്ചു തെറിപ്പിക്കാതെ അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയായിട്ട് മാറി അവരെ അങ്ങനെ കറക്കി മയക്കി എടുക്കാൻ നോക്കും. വന്നവരത് കണ്ട് കണ്ണു തള്ളി നിൽക്കുമ്പോ അതിലൊരുത്തൻ മാത്രം കുട്ടപ്പന്റെ മോന്തക്കിട്ട് ഒരിടി വെച്ചു കൊടുക്കും. കുട്ടപ്പൻ കാണിച്ചത് കണ്ട് ബാക്കിയുള്ള കുഞ്ഞന്മാരാവട്ടെ അവനെ പോലെ തന്നെ ഇപ്പൊ പെൺകുട്ടികളായിട്ട് മാറും. അത് കാണുമ്പോൾ നമ്മുടെ കുട്ടപ്പൻ അങ്ങോട്ട് ഇംപ്രസ് ആവും. വാവ്, അടിപൊളി എന്ന് പറയുമ്പോൾ അവിടെ വന്ന നിഞ്ചാസ് എല്ലാം തന്നെ നമ്മുടെ എല്ലാ ആൾക്കാരെയും എടുത്തിട്ടിടിച്ച് മൂലക്കിട്ട് അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നാറയാവട്ടെ ഇറൂക്കയോട് എന്തോ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ പുറത്ത് വലിയ മഴ പെയ്യാൻ തുടങ്ങും. അത് കണ്ട ഹിനട്ടെ ആവട്ടെ ഉടൻ തന്നെ ഒരു ടെന്റ് അടിച്ച് അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ആ ടെന്റിനുള്ളിൽ കയറ്റും. ഇവിടെ കുട്ടപ്പനാവട്ടെ ആ ഒരു പെരുമഴയത്ത് ഇപ്പൊ ടെന്റ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇടിയും മിന്നലൊക്കെ കണ്ട് നമ്മുടെ പിള്ളേരെ അലറിക്കരയുമ്പോ കുട്ടപ്പന് മനസ്സിലാവും ഈ ഒരു ടെന്റ് അടുത്ത കാലത്തൊന്നും അവനെ കൊണ്ട് കെട്ടാൻ പറ്റില്ല എന്ന്. കുട്ടപ്പൻ ദൂരേക്ക് നോക്കുമ്പോ അവിടെ ദൂരത്തായിട്ട് ഒരു മല കാണും. ഇവിടെ നാറയാവട്ടെ വളരെ ടെൻഷൻ അടിച്ച് ചില കാര്യങ്ങള് ഇറൂക്കയോട് പറയാൻ തുടങ്ങും. അവരൊരുപാട് പേരുണ്ട്, എത്രയും പെട്ടെന്ന് തടഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ആപത്താണ്. നേരം വെളുക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു പോംവഴി അത് കണ്ടെത്തിയേ മതിയാവൂന്ന് പറയുമ്പോൾ അതിന് ഇറൂക്ക പറയും എത്രയും പെട്ടെന്ന് ഇപ്പൊ നടത്തുന്ന ആ ഒരു മിഷൻ അത് നിർത്തിവെക്കണം. നമ്മുടെ ഗ്രാമത്തെ ലക്ഷ്യമാക്കി ഇപ്പൊ വലിയൊരു വിപത്ത് വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അത് തടയാനാവുകയുള്ളൂ എന്ന് ഇറൂക്ക ഇപ്പോ അവിടെയുള്ള എല്ലാവരോടും പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഏതൊക്കെയോ ഷോർട്ട് കട്ടൊക്കെ വഴി ലക്ഷ്യസ്ഥാനത്തേക്ക് ഇപ്പൊ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനാവട്ടെ വേഗം വായോ, നമുക്ക് തന്നെ അവിടെ ആദ്യം എത്തണമെന്ന് പറഞ്ഞ് വലിയൊരു പാറയുടെ മേലെ കൂടെ ഇപ്പൊ ഹായ് ആയിട്ട് ഓടി അങ്ങോട്ട് കയറും. കമോൺ കമോൺ വേഗം വാ, നമുക്ക് തന്നെ ഫസ്റ്റ് എത്തണമെന്ന് പറഞ്ഞ് കുട്ടപ്പൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും കൊനഹമാരുനും ടീമിനും ആ ഒരു മല കയറാൻ കഴിയാതെ അതിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന കാണാം. കൊനഹമാരുനാണ് ദേഷ്യം വന്ന് എന്താണ് നീ കാണിക്കണേ, ഞങ്ങളെ കൊണ്ട് നിന്നെ പോലെ ഓടിക്കയറാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഒരു പുച്ഛഭാവത്തില് അവരെ നോക്കി നിൽക്കും. അപ്പൊ അതിനിടയിൽ ഒരു കുഞ്ഞിപ്പയ്യന്റെ ടെന്റ് അത് പുറത്തേക്ക് വീഴുമ്പോ കൊനഹമാരു അവൻ അങ്ങനെ ക്യാച്ച് ചെയ്ത് ഇപ്പൊ ഇറുക്കി പിടിച്ച് മേലേക്ക് കയറ്റിക്കൊണ്ടുവരും. അത് കണ്ട് നറൂട്ടോ കുട്ടപ്പൻ ഇപ്പൊ ഒരു കയർ താഴേക്കിട്ട് അവരെ 3 പേരെയും സേഫായിട്ട് മേലെ എത്തിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഇറൂക്കയുടെ അടുത്തേക്ക് അവന്റെ അസിസ്റ്റൻസ് വരും. എല്ലാ ടീംസിനോടും ഞങ്ങൾ തിരികെ വരാൻ പറഞ്ഞു, പക്ഷെ നറൂട്ടോനെ മാത്രം ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. അവനും അവന്റെ ടീം മെമ്പേഴ്സും എവിടെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോ ഇറൂക്കയ്ക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അവൻ മറ്റേതോ ഷോർട്ട് കട്ട് വഴിയാണ് ഇപ്പൊ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും ഞാൻ കൊടുത്ത അതേ മാപ്പ് വഴിയാണ് പോയത്. പക്ഷെ അവൻ മാത്രം വേറെ വഴി പോയതുകൊണ്ടാണ് ഇപ്പൊ അവനെ നമുക്ക് കണ്ടുപിടിക്കാനാവാത്തത്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ അവരുടെ ബാഗും ടെന്റും എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ വിശന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ അടികൂടാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ പറയും നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ, എന്നെ പോലെ കൂളായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് അവനിപ്പോ കൈയടിക്കാൻ തുടങ്ങും. അത് കേട്ട് കൊനഹമാരു നീ മിണ്ടി പോകരുത്, നീയാണ് ഞങ്ങളെ ഇത്രയും വലിയ ട്രാപ്പിൽ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടി വഴക്ക് ബഹളം. കട്ട് ചെയ്താ ഇവിടെ ഇറൂക്കയും ആവട്ടെ ഒരു വിധത്തില് നമ്മുടെ കുട്ടപ്പന്റെ റൂട്ട് കണ്ടുപിടിക്കും. തൊട്ടടുത്ത് വലിയൊരു മല കാണുമ്പോ അവർക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും കുട്ടപ്പനും ടീംസും ആ ഒരു മലയുടെ തൊട്ടു മുകളിൽ തന്നെ ഉണ്ടാകുമെന്ന്. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവന്റെ ബാഗ് തുറക്കും. അതിലിപ്പോ ഒരുപാട് ഫുഡ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചൂടുവെള്ളം അവർക്ക് ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഇടയിലായിട്ട് ഒരു കേക്ക് കാണുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ അത് കട്ട് ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ എന്നെ പോലെ തന്നെ നമ്മുടെ 3 പിള്ളേരും കൊതിയന്മാരായതുകൊണ്ട് തന്നെ വലിയ പീസ് അതെനിക്ക് വേണമെന്നും പറഞ്ഞ് ആർത്തി മൂത്ത് നോക്കിയിരിക്കും. അവൻ ആ കേക്ക് അങ്ങനെ എടുത്ത് അവരുടെ മുൻപിൽ വെച്ച് ഇത് നിങ്ങൾ 3 പേരും കട്ട് ചെയ്ത് കഴിച്ചോളൂ എന്ന് പറയും. അത് കേട്ട് അത്ഭുതപ്പെട്ട് ഇപ്പൊ കൊനഹമാരു അപ്പൊ നിനക്ക് വേണ്ടേ ചോദിക്കുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ പതിയെ ഒരു ഇമാജിനേഷനിലേക്ക് പോകും. വളരെ പണ്ട് തന്നെ കാക്കാഷി സാസുകയ്ക്കും സാക്കുറയ്ക്കും കുട്ടപ്പനും സാക്രിഫൈസ് എന്താണെന്നും ടീം വർക്ക് എന്താണെന്നും പറഞ്ഞു കൊടുത്തിരുന്നു. ടീം വർക്ക് എന്ന് പറഞ്ഞ ഭക്ഷണം പോലും ഷെയർ ചെയ്ത് കഴിക്കണം, അങ്ങനെയാണെന്ന് കുട്ടപ്പൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഒരുപാട് സങ്കടമായിട്ട് അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഓരോ പങ്ക് ഇപ്പൊ കുട്ടപ്പന് കൊടുക്കും. ഇവിടെ ഇറൂക്കൻ ആവട്ടെ ഒരുപാട് ബുദ്ധിമുട്ടി ആ പാറയുടെ മേലെ കൂടെ ഇപ്പൊ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഈ കുട്ടപ്പൻ അവൻ മണ്ടത്തരങ്ങൾ മാത്രമാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടപ്പന്റെ കൂടെ അവരെ വിട്ടത് വലിയ അബദ്ധമായി പോയി. ആ കുട്ടികൾക്ക് അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് ഇപ്പൊ മലയുടെ മേലെ എത്തും. അവര് ഗുഹയ്ക്കുള്ളിലേക്ക് ഇപ്പൊ ചാടി കയറുമ്പോ അതിന്റെ ഉള്ളില് ആരെയും തന്നെ കാണില്ല. അവര് കഴിച്ചിട്ട് പോയ കുറച്ച് ഫുഡ് വേസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടാവൂ. കാരണം കുട്ടപ്പനും ടീംസും അവര് വീണ്ടും ആ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ പെടാപ്പാട് പെടുകയാണ്. ഇവിടെ പിള്ളേരാവട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ മലയിൽ കൂടെ ഇപ്പൊ പിടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനാവട്ടെ മേലെ നിന്ന് വേഗം വായോ, നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറയുമ്പോ അവൻ എവിടുന്നോ ഇപ്പോ വലിയൊരു ശബ്ദം കേൾക്കും. അതെന്താണെന്ന് നോക്കിയാ വലിയൊരു പാറ അവർക്ക് നേരെ ഇപ്പൊ ഉരുണ്ടു വരുന്നതായിട്ട് കാണും. കുട്ടപ്പൻ ഉടൻ തന്നെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ആ ഒരു കല്ല് ലോക്ക് ചെയ്ത് പിടിക്കും. കല്ല് കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് പോയാ തീർച്ചയായിട്ടും താഴെയുള്ള നമ്മുടെ 3 കുഞ്ഞന്മാരും ചമ്മന്തിയായി പോവും. കുട്ടപ്പൻ ഒരുപാട് നേരം അതിൽ പിടിച്ചു നിൽക്കുമെങ്കിലും അവന്റെ കൺട്രോള് പോയി ഇപ്പൊ ആ പാറ കുട്ടപ്പന്റെ ബോഡിയിൽ ചെന്ന് വീഴും. കുട്ടപ്പൻ വേദനയിൽ കരയാൻ തുടങ്ങും. അത് കണ്ട കൊനഹമാരും ടീമും ആവട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ ആ മല അത് വലിഞ്ഞു കയറാനായിട്ട് ആരംഭിക്കും. നമ്മുടെ പിള്ളേര് അവര് വലിഞ്ഞു കയറി ആ ഒരു വലിയ കല്ല് അത് ഉരുട്ടി മാറ്റി ഇപ്പൊ കുട്ടപ്പനെ രക്ഷിക്കും. പക്ഷേ ആ മലയുടെ മുകളിലായിട്ട് ഒരു വലിയ കല്ല് ഇപ്പൊ താഴേക്ക് വീഴാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇറൂക്ക കുട്ടപ്പന്റെ തൊട്ട് താഴെ എത്തുമ്പോ ആ പാറ അത് താഴേക്ക് വീഴുന്നത് കാണും. അവര് നിലവിളിക്കും, കുട്ടപ്പ ഓടിക്കോ, പാറ വരുന്നുണ്ടെന്ന് പറയുമ്പോ നറൂട്ടോ ആവട്ടെ ആ പിള്ളേരെ 3 പേരെയും ഇപ്പൊ താഴേക്ക് ഓടിക്കും. എന്നിട്ട് അവൻ അവിടെ തന്നെ നിൽക്കുമ്പോ ആ ഒരു വലിയ പാറ അത് വലിയ ശബ്ദത്തില് ഇപ്പൊ താഴേക്ക് വീഴും. കുട്ടപ്പന്റെ കാറ്റ് പോയെന്ന് കരുതി എല്ലാവരും മേലേക്ക് നോക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ റെസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ പാറ തകർത്ത് അവിടെ ഹായ് ആയിട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹൊക്കാഗയുടെ ഓഫീസിൽ യു ആർ അൺബിലീവബിൾ, നിന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല, എന്ത് ധൈര്യത്തിലാണ് നീ റൂട്ട് മാറി ഇവരെ കൊണ്ട് പോയതെന്ന് ഇപ്പൊ ഹൊക്കാഗ ചോദിക്കുമ്പോ പാവം കുട്ടപ്പനാവട്ടെ എന്താ പറയണ്ടേന്നറിയാതെ വണ്ടറടിച്ചു നിൽക്കും. ആ സമയത്ത് നമ്മുടെ പിള്ളേര് സെറ്റ് ആവട്ടെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ടീം വർക്ക് കാണിക്കാൻ തുടങ്ങും. അതിനാദ്യം കൊനഹമാരു ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു തെറ്റായ വഴി കൂടെ പോകരുതെന്ന്. പക്ഷെ നറൂട്ടോ അവനാണ് ടീം ലീഡർ എന്നും പറഞ്ഞ് ഞങ്ങളെ വലിച്ചുകൊണ്ട് കൊണ്ടുപോയി. അപ്പൊ ബാക്കിയുള്ള 2 പേര് ഞങ്ങളുടെ ഫുഡ് ബാഗ് എല്ലാം തന്നെ ഇവൻ കാരണം നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒത്തിരി പേടിച്ചു പോയെന്ന് പറഞ്ഞ് അവര് 3 പേരും ഇപ്പൊ പാവം കുട്ടപ്പനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇനിയും അവിടെ തന്നെ നിന്നാല് പിള്ളേര് തൊലി ഉരിച്ചെടുക്കുന്നു മനസ്സിലാക്കിയ നമ്മുടെ കുട്ടപ്പനാവട്ടെ പോടാ പന്നികളെ എന്നും പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഓടും. കുട്ടപ്പന്റെ പുറകെ തന്നെ നമ്മുടെ ആന്റിയും ഓടുന്നതോടു കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.